ഇന്ന് നമുക്കൊരു മാങ്ങാക്കറി വെച്ച് നോക്കിയാലോ? അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അത്. ഞാൻ ഇതിനകത്തുനിന്ന് 2 മാങ്ങയാണ് കറി വെക്കാൻ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണ മാങ്ങയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പത്തിൽ വേണം മാങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മാങ്ങ ഇങ്ങനെ അലന്ന് പോകും കേട്ടോ കറിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും. പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, സവാള അരിഞ്ഞത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ആദ്യം മാങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ശേഷം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കാറ്. മീറ്റ് മസാല ചേർത്ത് കൊടുക്കണം. ശേഷം കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പും കൂടെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കണം കേട്ടോ. ഇത് മിക്സ് ചെയ്ത് വെച്ച മാങ്ങയാണ് കേട്ടോ. അരപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലാണ് കേട്ടോ ആ മാങ്ങയിലേക്ക് ആ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇത് ഞാൻ അരമുറി തേങ്ങ ചിരണ്ടിയ തേങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ പാൽ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1-ാം പാലാണ് ഇത്. ഇത് 2-ാം പാൽ. 2-ാം പാൽ കുറച്ചുള്ളൂ കേട്ടോ. 1-ാം പാലാണ് കൂടുതലുള്ളത്. അതെല്ലാം എടുത്ത് വെച്ച ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാനുള്ളത് വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളക് ചേർത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പച്ചമുളക്. ഞാൻ ലാസ്റ്റാണ് കേട്ടോ സവാള ഇടാറ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കുറച്ച് നേരം വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. സവാളയ്ക്ക് ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് നമ്മൾ മസാല തിരുമ്മി വെച്ചേക്കണം മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങയെല്ലാം ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കണം കേട്ടോ. കുറച്ച് നേരം മാങ്ങ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒത്തിരി സമയം വേണ്ട, ഒരു 5 മിനിറ്റ് മതി കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 2-ാം പാലാണ് കേട്ടോ. 2-ാം പാൽ ഒഴിച്ച് കുറച്ച് നേരം ഇരിക്കണം. ഇതൊന്ന് പറ്റി വരണം കേട്ടോ. ഒരു കുറച്ച് പാൽ മാത്രം ബാലൻസ് മതി, ബാക്കിയെല്ലാം ഒന്ന് പറ്റി വരണം. നമുക്കതിനകത്തേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ നമ്മൾ സിമ്മിലിടണം കേട്ടോ. ഇനി അത് കറി തിളയ്ക്കാൻ പാടില്ല. പയ്യെ നന്നായിട്ടൊന്ന് ചൂടായി വരാനേ പാടുള്ളൂ. മാങ്ങാക്കറി തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട്. നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഹൈ റേഞ്ച് വില്ലേജ് എന്നാണ് ചാനലിൻ്റെ നെയിം.